അപ്പൊ അഭിനന്ദന്റെ ചാലഞ്ച് എന്താന്ന് അറിയണ്ടേ? ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആണ് കേട്ടോ, എപ്പോഴത്തെയും പോലെയല്ല. ചാലഞ്ച് ആണ് അത് വിവേക് ചേട്ടന് കൊടുത്തു. ഞാൻ അറിയില്ലെങ്കിൽ പിന്നെ വെറുതെ നാളെ കിടാൻ കൊടുക്ക് വിവേകേട്ടാ, കാണിച്ചു കൊടു വിവേകേട്ടാ. എല്ലാ കളറും സെറ്റായി വിവേകേട്ടാ. ഞാൻ പറഞ്ഞില്ലല്ലോ എങ്ങനെയാ ചെയ്തത്? വേറെ ക്യൂബ് ഒന്നുമില്ല, ഇത് ആ ക്യൂബ് തന്നെ. ബ്ലാക്ക് കളർ ആയിരുന്നു, ഇത് വൈറ്റ് കളർ ആയി. അത് എന്റെ കൈ, ഞാൻ വെളുത്തതല്ലേ, അപ്പൊ എന്റെ കൈ ഇരിക്കുമ്പോ ചിലപ്പോ വൈറ്റ് ആവും. ഈ ഒരു ഒറ്റ ക്യൂബേ ഉള്ളൂ ഇവിടെ. ഇല്ല വിശ്വസിക്കൂ എന്നെ. പിന്നെ ഈ ഒരു ക്യൂബും ഒരു ക്യൂബ് ഇല്ല എന്റെ കയ്യിൽ. ഈ 2 ക്യൂബ് മാത്രമേ ഉള്ളൂ. അഭിനന്ദ് ഷഫിൾ ചെയ്തിട്ട് ശരിയാക്കണം, അതാണ് ചാലഞ്ച്. അഭിനന്ദ് ഷഫിൾ ചെയ്തതിന് വേണം ശരിയാക്കാൻ. നടക്കില്ല നമ്മളെ കൊണ്ട്. അഭിനന്ദ് കാണിച്ചു കൊടു. എന്തായാലും നമ്മളെ കൊണ്ട് എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അപ്പൊ അഭിനന്ദ് തന്നെ ഇത് സോൾവ് ചെയ്തു. ഞാനിത് സോൾവ് ചെയ്യുന്നത് ഒരു വേറൊരു രീതിയിലാണ്. ട്രിക്കാണോ? ട്രിക്കല്ല, ഒരു പാട്ടുപാടി കൊണ്ടാണ് ചെയ്യുന്നത്. പാട്ടുപാടി സോൾവ് ചെയ്യുന്നു. ഇവിടെ വെറുതെ ഇരുന്നിട്ട് കോൺസെൻട്രേഷൻ ഏകാഗ്രമാക്കിയിട്ട് ഇവിടെ പറ്റുന്നു. അവൻ അത് മാസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു കൊടുത്ത വിദ്യകളെല്ലാം അവൻ ഒരു ഇതുപോലും തെറ്റാതെ ആണോ അഭിനന്ദൻ? ആണോ? ഇവിടെ ഒരാളല്ലാന്ന് പറഞ്ഞു കേട്ടോ, സോറി. അവന്റെ ഓൺ കഴിവാണ്. അമ്മാവന്റെ മോളെ. ഓക്കെ അഭിനന്ദ്, അപ്പൊ എന്തായാലും ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അതെ, കറക്റ്റ്. അയെല്ലാം പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. എനിക്ക് വളരെ വളരെ സന്തോഷമായിടാ. കാരണം ഒരു ഗുരു ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഗുരുവിൻ്റെ ഫ്രണ്ടിൽ ആ ശിഷ്യൻ
ആ റൂബിക്സ് ക്യൂബ് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൽ പരം അത് അഭിനന്ദൻ സമ്മതിച്ച് എന്താ പറയാ, കൊടുത്തേക്ക്. ഗുരുവിനെക്കാളും വളരെ നന്നായിട്ട് നീ ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു ഗുരുവിനെ കിട്ടാന്നുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഗ്രേറ്റ്. പക്ഷെ ഞാൻ ടൈം ലിമിറ്റ് വെച്ച് നീ ആ ടൈം ലിമിറ്റ് വെച്ച് നോക്കിയിട്ടില്ലായിരുന്നോ? ടൈം ഞാൻ 1 മിനിറ്റിനകത്ത് ചെയ്യണ സംഭവം പഠിപ്പിച്ചത് അത് നോക്കിയിട്ടില്ല ചെയ്തിട്ടില്ല. അതാണ് ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് അത് നോക്കണം കേട്ടോ. ആ 1 മിനിറ്റിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ 2-3 സ്റ്റെപ്സ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതി നടുവിൽ മാത്രം ഒരു കളർ, ചുറ്റും വേറെ കളറായിട്ട് കേട്ടോ. അതൊക്കെ അവനറിയാം, ഞാൻ പറഞ്ഞു കൊടുത്തതേ. പിന്നെ നടുക്ക് മാത്രം ആക്കണ്ട, ആ നടുക്ക് മാത്രം ട്രൈ കളർ, ആ ട്രൈ കളർ ഒന്ന് കാണിച്ചു കൊടുത്ത നടുക്ക് മാത്രമുള്ള. എന്താ ഒന്നുകൂടെ കണ്ടോളൂ. ഇതാണ് എന്റെ ഒരു ഫ്ലാഗ്. വാവ്, അതൊക്കെ ഞാൻ താങ്ക് യു. എന്താ പറ്റിയ വിവേക് ചേട്ടന്? എന്താണ് കുട്ടിക്ക് ഒന്നുമില്ല. കുട്ടിക്ക് പിന്നെ എന്തോ ഇതിൽ ഉണ്ട്, സ്നേക്ക് അതുകൊണ്ടായി. പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അതെന്താ? ഓ വാവ്, വാവ്, ഇത് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അമ്മ അടിപൊളി. ഇത് വിവേകിട്ട് പഠിപ്പിച്ചെടുത്താണോ? അല്ല ഇതാ ഒറ്റയ്ക്ക് പഠിച്ചത്. എന്തായാലും കിടിലട്ടാ. അതെ, ഞാൻ ഇതൊക്കെ തമാശയായിട്ട് പറഞ്ഞിട്ട് ഇതൊന്നും ഞാൻ പഠിപ്പിച്ചു കൊടുത്തതല്ല. അത് എല്ലാവർക്കും മനസ്സിലായി. പിന്നെ ആൾക്കാർക്ക് മനസ്സിലാവാത്ത പോലെ. അത് അത്രയ്ക്ക് ചിലപ്പോൾ നാച്ചുറൽ അവര് ആക്ടിങ് serious ആയിട്ട് വിചാരിച്ചു കഴിഞ്ഞാലോ. ഓ, ഭയങ്കര അത്രയ്ക്ക് natural നാച്ചുറൽ ഒന്നും അല്ല. നമുക്ക് ഒരു സമയത്ത് ഒരു കാര്യം തന്നെ ചെയ്യാൻ മര്യാദയ്ക്ക് അറിയില്ല. അതേ സമയത്ത് പാട്ടും അതും കൂടെ ലൈക്ക് പാട്ടും അടിപൊളിയായിരുന്നു. പക്ഷെ എന്റെ ഫുൾ കോൺസെൻട്രേഷൻ അതിന്റെ മുകളിൽ എങ്ങനെ ചെയ്യുന്നായിരുന്നു. പക്ഷെ പാട്ട് നല്ലായിരുന്നു കേട്ടോ. അതെ, പാട്ടും നല്ല മൾട്ടി ടാസ്കിങ്ങിലും അടിപൊളിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുക. സൂപ്പർ. എന്നാൽ നമുക്ക് ഒത്തിരി ഇഷ്ടമായി. എന്തായാലും അഭിനന്ദൻ, അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. താങ്ക് യു. ഇടയ്ക്കിടയ്ക്ക് എനിക്കിട്ടൊരു പണി തരുന്നുണ്ട്. അത് വിവേകേട്ടൻ്റെ ട്രെയിനിങ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സത്യം പറയാം, ആണല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും എന്നെ നല്ല സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കണ്ടസ്റ്റന്റ് മാറിയാ മാറി, ഫാൻ മാറി. അല്ല, എനിക്ക് എപ്പോഴും ഒരു പണി തന്നിട്ടേ പോകാറുള്ളൂ അഭിനന്ദൻ. അതുകൊണ്ട് കുറച്ച് ഓക്കെ.